ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാനും പൊടിമോളും കൂടെ ഇന്ന് വന്നിരിക്കുന്നത്, ഇന്ന് പൊടിമോടെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്, പാച്ചു ചേച്ചിയുടെ. അപ്പോൾ ഒരു ചെറിയ വ്ളോഗ്, ഒരു കുട്ടി വ്ളോഗ്, ഞങ്ങളുടെ ചെറിയൊരു ഫാമിലി ഫങ്ഷൻ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പൊടിമോള് ചെറിയ ജലദോഷവും ഒക്കെ ആയിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് അത്ര നല്ലൊരു ഇതിലല്ല ഉള്ളത്, മൂഡിലല്ല ഉള്ളത്. അപ്പം എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നല്ല നല്ല കമൻറ്റ്സ്, എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതിൻ്റെ പോരായ്മകൾ ഒരുപാടുണ്ട്, കാരണം സ്റ്റാർട്ടിങ് അല്ലേ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എങ്ങനെയൊക്കെയാണ് ഞാൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെയുള്ള കമൻസുകൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. എല്ലാവരുടെയും എല്ലാ സപ്പോർട്ടിനും നന്ദി. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ വീട്ടിൽ ഇന്ന് വന്ന ഒരു അതിഥിയാണ് കേട്ടോ, ഒരു ആൺമയിൽ. ഇവിടെയൊക്കെ ധാരാളം മയിലുകളൊക്കെ ഉണ്ട്. നമ്മുടെ ഏഴിമല നേവൽ ബേസ് ഇവിടെ അടുത്താണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവിടെ എല്ലാം കുറേ ബിൽഡിങ്ങുകളൊക്കെ വന്നപ്പോൾ അവിടെ നിന്നൊക്കെയുള്ള ആൾക്കാർ നമ്മുടെ ജനവാസ സ്ഥലങ്ങളിലേക്ക് വരാൻ തുടങ്ങി. കുരങ്ങന്മാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ, കണ്ടിട്ടുണ്ടാവും പല വീഡിയോസിൽ. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ ക്ലീനിങ് പരിപാടിയിലേക്ക് ഇറങ്ങി. കാരണം മോൻ സ്കൂളിൽ പോയി, പിന്നെ മോൾ ഉറങ്ങുകയും ചെയ്തു. അപ്പം വേഗം പണിയൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ എല്ലായിടവും ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം ഉച്ചക്കത്തെ പരിപാടിയെല്ലാം നോക്കണം. വൈകുന്നേരമാണ് നമ്മുടെ വീട്ടിലെ ഫങ്ഷൻസ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഈവനിങ്ങായി. പാച്ചു ഡ്രസ്സൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത് അമ്മയാണ്, അജ്ജേട്ടൻ്റെ അമ്മയാണ്. അടുത്തിരിക്കുന്നത് അജ്ജേട്ടൻ്റെ പെങ്ങളുമാണ്. പിന്നെ ഏട്ടനുണ്ട്, ഏട്ടൻ്റെ വൈഫുണ്ട്. ഏട്ടൻ എന്ന് പറഞ്ഞാൽ അനീഷേട്ടൻ്റെ വൈഫാണ് സിന്ധേച്ചി. പല വീഡിയോസിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇവരുടെ മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. ഇവർക്ക് 2 പെൺപിള്ളേരാണുള്ളത്. ഒന്ന് നന്ദനയും പിന്നെ ശ്രീനന്ദയും. ഇവൾ ഇളയതാണ്. ഇത് നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ടിൻ്റെ മോനാണ്. പിന്നെ അതും എന്താ എല്ലാവരും സംസാരിച്ചിരിക്കുന്നതിനിടയ്ക്ക് അവനും ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട്. പിള്ളേരെല്ലാവരും ഉണ്ടായിരുന്നു. അതായത് പെങ്ങളുടെ 2 മക്കളുണ്ട്, നിമിഷ, നയന, അവരുടെ മക്കളും, പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഫാമിലി ഫ്രണ്ടിൻ്റെ ആ മോനും ഉണ്ടായിരുന്നു. അപ്പം നമ്മളെല്ലാവരും കൂടെ കുറച്ചുകൂടെ 2-3 പേരും കൂടെ അതിനകത്ത് മിസ്സിങ് ആണ്. അവർക്കൊക്കെ വേറെ കുറച്ച് തിരക്കുകളൊക്കെ ആയിപ്പോയി. അപ്പോൾ അതും എല്ലാവരും കളിക്കുന്നതൊക്കെ കണ്ടുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മുടെ പൊടിയാണ് ഭയങ്കര സന്തോഷമായിരുന്നു. പൊടിക്ക് അകത്തോട്ട് കയറാനുള്ള ഒരു ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. പിള്ളേർ ഓരോ പോക്കരികൾ കാണിക്കുമ്പോഴത്തേനും പൊടി അതിനനുസരിച്ചിട്ട് നല്ല രസമുള്ളൊരു ദിവസമായിരുന്നു. അങ്ങനെ നമുക്ക് കേക്ക് കട്ട് ചെയ്യണം. അവൾ 2 ടൈപ്പ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കട്ടിങ്ങിലേക്കൊക്കെ പോവുകയാണ് നമ്മൾ. അമ്മയൊക്കെ ഇങ്ങോട്ട് വന്നിരുന്ന്. ഇത് നയനയുടെ കയ്യിലിരിക്കുന്നത് ഇളയ മോളാണ് കേട്ടോ. നിച്ചു, ചിച്ചു, അങ്ങനെ 2 പിള്ളേരാണ്. പിന്നെ മൂത്ത നിമിഷയുടെ 2 ആൺപിള്ളേരാണ് പുറകെ നിൽക്കുന്നത്. ഒന്ന് ഉണ്ണിക്കുട്ടനും ഒന്ന് അപ്പു എന്നാണ് ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്നത്. ഓക്കെ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് കുറച്ച് കിട്ടിയപ്പോൾ നമ്മുടെ പൊടിയുണ്ടോ ഇവിടുന്ന്. പൊടിക്ക് മധുരത്തിൻ്റെ ആൾ തന്നെയാണ് പൊടി. പിന്നെ ഇടയ്ക്ക് പൊടി അതിനകത്തുനിന്നൊരു പീസ് വാങ്ങിയിട്ട്, അവളുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് സ്വന്തമായിട്ട് തിന്നാനൊക്കെ നോക്കി. കുറേയൊക്കെ അകത്താക്കുകയും ചെയ്ത് ആൾ. ചെറിയ ജലദോഷം കാര്യങ്ങളും ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്. എങ്കിലും പിള്ളേർ ഒപ്പം ഒക്കെ ആയപ്പോഴത്തേക്കിനും. ഇത് നന്ദനയാണ് കേട്ടോ, നമ്മുടെ ശ്രീനന്ദയുടെ ഏച്ചിയാണ്. പിന്നെ പ്രഭാരേട്ടനുണ്ട്, നമ്മുടെ അളിയനുണ്ട്. ഉള്ളിലേക്ക് കയറിയില്ല. പ്രഭാരേട്ടൻ 2 ദിവസമായിട്ട് നല്ല പനിയായിരുന്നു. കാരണം പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ വെളിയിൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് വെളിയിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കട്ട് ചെയ്തിട്ടൊക്കെ കൊടുത്തു. ഞങ്ങൾ ചെറിയൊരു ഫുഡ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെറിയൊരിത്, കുറച്ച് ചപ്പാത്തിയും പൊറോട്ട വാങ്ങിയതാണ്. ചപ്പാത്തി ഇവിടെ ഉണ്ടാക്കിയത് തന്നെയാണ്. അതുപോലെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ചെറിയൊരു സന്തോഷം. ഞങ്ങൾ മിക്കവാറും എല്ലാ കുട്ടികളുടെയും ബർത്ത്ഡേ ഒക്കെ നമ്മളിങ്ങനെ ആഘോഷിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇതൊക്കെ തന്നെയല്ലേ ബാക്കിയായിട്ടുണ്ടാവുള്ളൂ. ഇവിടെ പൊടിമോളും പനിയും പിന്നെ മോനും ഒക്കെ രാത്രിയിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടിലാണ് അവർ ഇങ്ങോട്ട്. അവരുടെ വീടും നമ്മളെല്ലാവരും അടുത്തടുത്താണ് താമസിക്കുന്നത്. നടുക്ക് തറവാട്, ബാക്കിലേക്ക് ഏട്ടൻ്റെയൊക്കെ വീടും ഒക്കെ ആയിട്ടാണ്. അപ്പം ഇവിടെ വെച്ചിട്ടാണ്, നമ്മുടെ വീട്ടിൽ വെച്ചിട്ടാണ് ഫങ്ഷൻ നടത്തിയത് കേട്ടോ.
ഇത് എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിച്ച് അടിപൊളിയായി കുറച്ച് സമയം പിള്ളേരൊക്കെ കളിക്കുകയും എടുക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ആണ് എല്ലാവരും കൂടെ പിരിഞ്ഞത്. അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ ആഘോഷങ്ങളൊക്കെ എല്ലാവരും നടത്തുക. ഹാപ്പി ആയിട്ടിരിക്കുക, സ്ട്രോങ് ആയിട്ടിരിക്കുക. താങ്ക് യു. അതിനിടയ്ക്ക് അപ്പു വീഡിയോയിൽ വരാതിരിക്കാൻ മറഞ്ഞിരിക്കുന്നതാണിത് കേട്ടോ.